ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഈ പാർട്ട് കൊണ്ട് ഈ ഒരു ഐയുടെ ഭാഗം നമ്മൾ വരച്ച് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ മാക്സിമം നോക്കിയതാണ്, പക്ഷേ എന്തായാലും നോക്കിയിട്ടും ഒരു 8 മിനിറ്റോളം ഈ ഒരു വീഡിയോ വരുന്നുണ്ട്. ഞാൻ ഒരുപാട് സ്പീഡ് കാണിക്കുന്നില്ല, അത് തന്നെ എല്ലാം വരയ്ക്കുന്നത് ഫുള്ളായിട്ട് ഞാൻ കാണിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് വീഡിയോ കുറച്ച് ലോങ് ആയി പോയത്. അപ്പോൾ നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് ഡ്രോയിങ് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ട് ഫുള്ളായിട്ട് തന്നെ കണ്ടിട്ട് വരച്ച് നോക്കുക കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് വരുന്ന സമയത്ത് നിങ്ങൾ കമൻറ്റ് വഴിയൊക്കെ ചോദിച്ചാൽ മതി. അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ട്യൂട്ടോറിയൽ വീഡിയോസ് ചെയ്യുന്നത്. ഞാനിപ്പം സാധാരണ നമ്മൾ ഓരോ ദിവസവും ഓരോ സിനിമ നടന്മാരെ അല്ലെങ്കിൽ നടിമാരെ നമ്മൾ വരച്ച് ഒരേ മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ വരച്ച് പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം അങ്ങനെ വരച്ചുകൊണ്ട് പ്രത്യേകിച്ച് അതായത് കാണുന്ന നിങ്ങൾക്ക് അത് വരച്ചെടുക്കാമെന്നല്ലാണ്ട് ഡ്രോയിങ് പ്രത്യേകിച്ച് അങ്ങനെ പഠിക്കാനായിട്ട് സാധിക്കില്ല, അല്ലെങ്കിൽ നല്ല രീതിക്ക് ഡ്രോയിങ്ങിൻ്റെ ബേസിക് കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് കിട്ടത്തില്ല. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ഈ രീതിയിൽ നിങ്ങൾ ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും കറക്റ്റായിട്ട് നോക്കി വരയ്ക്കാനൊക്കെ സാധിക്കും. അതായത് ഞാനിങ്ങനെ ചുമ്മാ വീഡിയോസ് ഇങ്ങനെ ഇട്ട് പോയിട്ട് കാര്യമില്ലല്ലോ. നിങ്ങൾക്ക് അതുകൊണ്ട് ഉപകാരം ഉണ്ടായാൽ മാത്രമല്ലേ അതുകൊണ്ട് കാര്യമുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ എനിക്കും സത്യം പറഞ്ഞാൽ ഇതാണ് എളുപ്പം. കാരണം എല്ലാ ദിവസവും എനിക്കിപ്പം ഗ്രിഡ് മെത്തേഡ് ഉപയോഗിച്ച് വരയ്ക്കുക അല്ലെങ്കിൽ ഓരോ ദിവസം ഓരോ ആക്ടറിനെ നോക്കി വരയ്ക്കുക എന്ന് പറഞ്ഞാൽ എനിക്കത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. അതായത് ഒരുപാട് സമയം വേണ്ട കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ ട്യൂട്ടോറിയൽ വീഡിയോസ് ചെയ്യുവാണെങ്കിൽ എനിക്കും അത് എളുപ്പമുണ്ട്. അതേസമയം നിങ്ങൾക്ക് കാണുന്ന സമയത്ത് നിങ്ങൾക്കും അത് കറക്റ്റായിട്ട് നോക്കി വരച്ച് എടുക്കാനും പഠിക്കാനും സാധിക്കുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ വീഡിയോസ് ചെയ്യാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈ രീതിയിൽ മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ പറയുക എന്താണ് വേണ്ടത് എന്നുള്ളത് നിങ്ങൾ പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് ഡ്രോയിങ് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള വീഡിയോസ് ഞാൻ ചെയ്തിട്ട് നിങ്ങൾക്ക് കാര്യമുള്ളൂ. അതുകൊണ്ട് ഇങ്ങനെയുള്ള വീഡിയോസ് ഞാൻ ചെയ്യണോ, അല്ലെങ്കിൽ നോർമലായിട്ട് അതായത് നമ്മൾ സാധാരണ നേരത്തെയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന പോലെ തന്നെ വരച്ച് പോയാൽ മതിയെങ്കിൽ കുഴപ്പമില്ല. അങ്ങനെയുള്ള വീഡിയോസ് ഞാൻ ചെയ്യുന്നുണ്ട്. എന്തായാലും ഇടയ്ക്ക് ഓരോ വീഡിയോസ് അങ്ങനെയും ചെയ്യാം. നമുക്ക് ഇപ്പോൾ ഓരോന്നും ഡ്രോയിങ് പഠിക്കുന്ന വീഡിയോസ് നമ്മൾ ചെയ്താലും ഇടയ്ക്ക് നമ്മൾ അങ്ങനെയുള്ള ഡ്രോയിങ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഏതാണ് വേണ്ട വീഡിയോ എങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ആ കാര്യം നിങ്ങൾ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായവും നിങ്ങളുടെ കമൻറ്റും സപ്പോർട്ടും ഒക്കെയാണ് എനിക്ക് എങ്ങനെയുള്ള വീഡിയോസാണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു ഐഡിയ കിട്ടുക. കാരണം എൻ്റെ ചാനലിൽ ഞാൻ വീഡിയോസ് ഓരോന്ന് വരുന്ന സമയത്തും പലരും പറയാറുണ്ട് ഡ്രോയിങ് ക്ലാസ് എടുത്ത് പോയിക്കൂടെ, അല്ലെങ്കിൽ ഡ്രോയിങ് പഠിപ്പിച്ചുകൂടെ ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പം ഇങ്ങോട്ട് ചോദിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഡ്രോയിങ് പഠിച്ചാണെന്ന് ചോദിക്കാറുമുണ്ട്. ഞാൻ ഡ്രോയിങ് പഠിച്ചതൊന്നുമല്ല, ഡ്രോയിങ് ക്ലാസ്സിന് പോയിട്ടോ അങ്ങനെയൊന്നുമില്ല. നേരത്തോട്ട് വരയ്ക്കുമായിരുന്നു, നമുക്ക് ചെറിയൊരു കഴിവുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വരച്ച് വന്നു. പിന്നീട് നമ്മൾ ഓരോന്നും നോക്കിയൊക്കെ വരച്ച് തന്നെയാണ് ഇമ്പ്രൂവായി വന്നത്. നമ്മൾ ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടി ഇവിടെ ബ്രഷ് യൂസ് ചെയ്യുന്നുണ്ട്. ബ്രഷ് അതുപോലെ തന്നെ പേപ്പർ സ്റ്റംപ്സ് യൂസ് ചെയ്യാറുണ്ട്. പലരും ചോദിക്കുന്ന ഒരു കാര്യമായിരുന്നു ബ്രഷ് തന്നെ യൂസ് ചെയ്യണമെന്ന് ചോദിക്കാറുണ്ട്. ബ്രഷാണ് കുറച്ചുകൂടെ നല്ലത്. അതായത് കുറച്ച് വൃത്തിക്ക് നമുക്ക് ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും ബ്രഷ് തന്നെയാണ് നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ടിഷ്യൂ പേപ്പറൊക്കെ യൂസ് ചെയ്യാൻ നമുക്ക് അത് അത്ര ക്ലിയറായിട്ട് നമുക്ക് ബ്ലെൻഡിങ് അത്ര ഇതായിട്ട് കിട്ടത്തില്ല. കുറച്ചുകൂടെ സ്മൂത്തായിട്ടൊക്കെ ചെയ്യാൻ നമുക്ക് എപ്പോഴും ബ്രഷ് തന്നെയായിരിക്കും നല്ലത്. അപ്പം എന്തായാലും നിങ്ങൾ ഡ്രോയിങ് നല്ല രീതിക്ക് പഠിക്കാൻ ഉറപ്പിച്ച് ഇരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഡ്രോയിങ് പഠിക്കാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് ഡ്രോയിങ് മെറ്റീരിയൽസ് വാങ്ങി വെച്ചതുകൊണ്ട് ദോഷമൊന്നുമില്ല. ഇങ്ങനെയുള്ള ബ്രഷിനൊന്നും വലിയ വിലയൊന്നും വരുന്നതല്ല. 10 രൂപയൊക്കെ ഒരു ബ്രഷിനൊക്കെ വരുന്നുള്ളൂ. അപ്പം അതൊക്കെ നിങ്ങൾക്ക് വാങ്ങി വേണമെങ്കിൽ യൂസ് ചെയ്യാം. അത്ര മാത്രമേ പറയാനുള്ളൂ. പിന്നെ ഓരോരുത്തരുടെ ചോയ്സാണ് ഏത് വാങ്ങണം എന്നുള്ളത്, ഓരോരുത്തരുടെ ചോയ്സ് അല്ലേ. അപ്പം ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഒരുപാട് ഡ്രോയിങ് മെറ്റീരിയൽസ് ഒന്നും വാങ്ങിക്കൂട്ടണമെന്നുമില്ല ഡ്രോയിങ് പഠിച്ച് തുടങ്ങുന്ന സമയത്ത്. പിന്നീട് എന്തായാലും നിങ്ങൾ ഡ്രോയിങ് മെറ്റീരിയൽസൊക്കെ വാങ്ങി നോക്കണം, അല്ലെങ്കിൽ മാറ്റി നോക്കണം. അപ്പോൾ നമ്മൾ കണ്ണിൻ്റെ ഉള്ളിലെ ആ ഒരു കൃഷ്ണമണിയും കാര്യങ്ങളൊക്കെ നമ്മൾ വരയ്ക്കുന്നുണ്ട്. അപ്പം ഇവിടെ ഞാൻ 8B പെൻസിലാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അതായത് നമ്മൾ കണ്ണിനുള്ളിൽ ആ കൃഷ്ണമണിക്ക് കുറച്ച് ഡാർക്ക്നെസ് ഒക്കെ വരുന്നുണ്ട്. നമുക്ക് ആ രീതിയിൽ കുറച്ച് ഡാർക്ക്നെസ് ഉള്ള പെൻസിൽ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ സാധാരണ പെൻസിൽ ഉപയോഗിച്ച് വരച്ചാലും മതി എന്ന്. അപ്പം കുഴപ്പമൊന്നുമില്ല, ഞാൻ പറഞ്ഞത് മാത്രം. നമ്മളിപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത്
അങ്ങനെയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇപ്പം ഞാൻ നിങ്ങളെ വരച്ച് കാണിക്കുമ്പോൾ കുറച്ചുകൂടെ നല്ല രീതിയിൽ വരച്ച് കാണിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ചുകൂടെ ഞാൻ എൻ്റെ കയ്യിലുള്ള പെൻസിൽ ഉപയോഗിച്ച് വരയ്ക്കുന്നത്. അതായത് എൻ്റെ കയ്യിൽ പെൻസിൽ ഉള്ളതുകൊണ്ട് മാത്രം ഞാൻ യൂസ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളിവിടെ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് തീർച്ചയായും വരച്ച് നോക്കുക കേട്ടോ. നിങ്ങൾക്ക് വരയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് വേണമെങ്കിൽ നിങ്ങൾ നേരത്തെ പറഞ്ഞാൽ തന്നെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഡ്രോയിങ് പഠിക്കാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ മറക്കാതെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഡ്രോയിങ് പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ അവരിലേക്ക് വീഡിയോ ഒന്ന് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. മാക്സിമം നിങ്ങൾ നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്യുക. തീർച്ചയായും നമ്മൾ ഇനിയും ട്യൂട്ടോറിയൽ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും.